ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഒരു കമ്പനിയിലെ ഷെയർസ് ഉണ്ടെങ്കിൽ ആ കമ്പനിയിലെ ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു പ്രൂഫായിട്ട് കമ്പനി നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യും? ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ ഷെയർ സർട്ടിഫിക്കറ്റ് പണ്ടൊക്കെ എന്താണ് പേപ്പർ രൂപത്തിലാണ് നമുക്ക് ഇഷ്യൂ ചെയ്തിരുന്നത്. ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? പേപ്പർ രൂപത്തിലല്ലാണ്ട് ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ ആണ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ പേപ്പർ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വഴി ഡെപ്പോസിറ്ററീസിലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഷെയർസിന് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റീമെറ്റീരിയലൈസേഷൻ ആണ്. ഇന്നലെ പഠിച്ചത് ഡീമെറ്റീരിയലൈസേഷൻ ആണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് റീമെറ്റീരിയലൈസേഷൻ ആണ്. ഇന്നലെ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? പേപ്പർ ഫോമിന് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇലക്ട്രോണിക് ഫോമിൽ ഇരിക്കുന്ന ഷെയർ സർട്ടിഫിക്കറ്റിനെ നമുക്ക് പേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് റീമെറ്റീരിയലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് ഹിസ് ഇലക്ട്രോണിക് ഹോൾഡിംഗ്സ് കൺവേർട്ടഡ് ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയർ സർട്ടിഫിക്കറ്റ് എന്ത് രൂപത്തിലായിരിക്കും? ഇലക്ട്രോണിക് ഫോമിലായിരിക്കും അത് ഇരിക്കുന്നുണ്ടാവുക. അതിനെ നമുക്ക് പേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് ഹിസ് ഇലക്ട്രോണിക് ഹോൾഡിംഗ്സ്. ഇലക്ട്രോണിക് ഹോൾഡിംഗ്സ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് ഷെയർ സർട്ടിഫിക്കറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. ഇന്നലെ നമ്മൾ പഠിച്ച ഡീമെറ്റീരിയലൈസേഷൻ്റെ നേരെ റിവേഴ്സാണ് റീമെറ്റീരിയലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. The holder has to submit the rematerialization request to the depository participant with whom he has an account. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിക്വസ്റ്റ് ആർക്ക്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് കൊടുക്കണം. അതായത് നമ്മൾ ഏത് ഡെപ്പോസിറ്ററിയുടെ അടുത്താണോ, നമ്മളിങ്ങനെ ഡെപ്പോസിറ്ററി എന്താണ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്താണെന്ന് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം. തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പേപ്പർ സർട്ടിഫിക്കറ്റിന് ഉണ്ടാവുക. ആ പേപ്പർ സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഡെപ്പോസിറ്ററീസിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഫിസിക്കൽ ഫോമിലുള്ള സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത ഈ സർട്ടിഫിക്കറ്റിന് പേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യണം? എവിടെയാണോ നമ്മൾ നേരത്തെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയത് ആ ഡെപ്പോസിറ്ററിയുടെ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കണം. റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്മൾ കൊടുക്കണം. അതാണ് പറഞ്ഞത്. ദ ഹോൾഡർ ഹാസ് ടു സബ്മിറ്റ് ദ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ടു ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വിത്ത് whom he has a demat account. A shareholder can rematerialize his dematerialized holding at any point of time. അപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇലക്ട്രോണിക് ഫോമിലേ വേണ്ട, അത് നേരത്തെ പോലെ തന്നെ പേപ്പർ ഫോമിൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ റീമെറ്റീരിയലൈസേഷൻ നടത്താനായിട്ട് പറ്റും. ദിസ് പ്രോസസ് ഈസ് കംപ്ലീറ്റഡ് വിതിൻ 1 month. അത് ഈ റീമെറ്റീരിയലൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഒരു മാസത്തിനുള്ളിൽ അവസാനിപ്പിച്ചിരിക്കണം. ദ സെക്യൂരിറ്റീസ് സെൻഡ് ഫോർ റീമെറ്റീരിയലൈസേഷൻ കനോട്ട് ബി ട്രേഡഡ്. അതായത് നമ്മൾ ഇത് ഇലക്ട്രോണിക് ഫോമിൽ നിന്ന് ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കണമെന്നും പറഞ്ഞു. ആ പ്രോസസ്സ് ഒരു മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മാസത്തിനുള്ളിൽ പിന്നെ ഈ ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സെല് ചെയ്യാനായിട്ട് നിർബന്ധമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് റീമെറ്റീരിയലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ത് ഫോമിലാണ്? ഇലക്ട്രോണിക് ഫോമിലാണ്. അതിന് നമ്മുടെ പേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീമെറ്റീരിയലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോസസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ. ഈ റീമെറ്റീരിയലൈസേഷൻ നടത്താനായിട്ട് ചെയ്യേണ്ട പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്താണെന്ന് നമുക്കിനി നോക്കാനുള്ളത്.
ഷെയർ ഹോൾഡേഴ്സ് സബ്മിറ്റ് റിക്വസ്റ്റ് ടു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനൊരു റീമെറ്റീരിയലൈസേഷൻ നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. നേരത്തെ പറഞ്ഞു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും ഇത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പഠിക്കാം. ആർക്കാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനാണ് നമ്മൾ നേരിട്ടിട്ട് റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഇൻഫോം ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ വർക്ക് ചെയ്യുന്ന ഏജൻസ് ആണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർക്ക് നേരിട്ടിട്ട് ഡെപ്പോസിറ്ററിനെ ഇൻഫോം ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർക്ക് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനാണ് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആരറിയിക്കും? ഡെപ്പോസിറ്ററിനെ അറിയിക്കും. Then depository intimates the registrar. ഇനി ആ ഡെപ്പോസിറ്ററി ആണ് നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അത് അറിയിക്കുക. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്ന കാര്യം ഡെപ്പോസിറ്ററി ആണ് രജിസ്ട്രാറിനെ അറിയിക്കുക. ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് സെൻഡ് റിക്വസ്റ്റ് ടു ദി രജിസ്ട്രാർ. അപ്പോൾ ഈ ഡെപ്പോസിറ്ററി ഈ രജിസ്ട്രാർ അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ റിക്വസ്റ്റ് ആര്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിലാണ് റിക്വസ്റ്റ് ഫോം ഉണ്ടാവുക. അത് ആർക്ക് അയച്ചു കൊടുക്കും? രജിസ്ട്രാർക്ക് അറിയിക്കും. ദെൻ രജിസ്ട്രാർ പ്രിന്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സെൻഡ് ടു ദി ഷെയർ ഹോൾഡർ. എന്നിട്ട് ആ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ഈ പേപ്പർ ഫോർമാറ്റിൽ ഷെയർ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തിട്ട് അത് ഷെയർ ഹോൾഡർക്ക് അയച്ചു കൊടുക്കും. രജിസ്ട്രാർ കൺഫേംസ് റീമാറ്റ് ടു ദി ഡെപ്പോസിറ്ററി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ രജിസ്ട്രാർ നമ്മുടെ ഡെപ്പോസിറ്ററിനെ അറിയിക്കും. നിങ്ങൾ പറഞ്ഞ ആ റിക്വസ്റ്റ് പ്രകാരം ഇന്ന ഷെയർ ഹോൾഡർക്ക് റീമെറ്റീരിയലൈസേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യം രജിസ്ട്രാർ ഡെപ്പോസിറ്ററി അറിയിക്കും. ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഡെബിറ്റഡ്. ഇങ്ങനെ ഒരു കൺഫർമേഷൻ രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിമാറ്റ് അക്കൗണ്ടിലെ ഈ നമ്പർ ഓഫ് ഷെയർസ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ടാവും. അതായത് ഒരു ഷെയർ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഇനി ആ ഇലക്ട്രോണിക് ഫോമിലത്തെ നമ്പർ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർസ് നമ്മൾ പേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്പർ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കണം. അതായത് ഇപ്പം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇത്ര സപ്പോസ് ഒരു 100 ഷെയർസാണ് എനിക്ക് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. 100 ഇലക്ട്രോണിക് ഫോർമാറ്റിലായിരുന്നു. അത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിൽ 50 ഷെയർസ് റീമെറ്റീരിയലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു. രജിസ്ട്രാർ നമുക്ക് പേപ്പർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ഡെപ്പോസിറ്ററി അറിയിക്കും. അങ്ങനെ ഒരു കൺഫർമേഷൻ പേപ്പർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കൺഫർമേഷൻ രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യണം? എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് വീണ്ടും പണ്ടത്തെ പോലെ പേപ്പർ ഫോർമാറ്റിലേക്ക് മാറ്റിയത് അത് നമ്മൾ കുറയ്ക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എൻ്റെ ഇലക്ട്രോണിക് ഫോമിൽ 100 ഷെയർസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 50 ഷെയർസ് ആണ് പേപ്പർ ഫോമിലേക്ക് മാറ്റിയെന്ന് വെച്ചാൽ ആ 100ൽ നിന്ന് 50 കുറച്ച് ബാക്കി ഇപ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്രയേ പാടുള്ളൂ? 50 ഷെയർസേ പാടുള്ളൂ. കാരണം 50 ഷെയർസ് എന്ത് ഫോമിലേക്ക് എടുക്കണുള്ളൂ? ഇലക്ട്രോണിക് ഫോമിലേക്ക് എടുക്കണുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് എന്ത് കൊടുക്കുക? റിക്വസ്റ്റ് കൊടുക്കുക. അത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഡെപ്പോസിറ്ററിനെ അറിയിക്കുക. ഡെപ്പോസിറ്ററി രജിസ്ട്രാറിനെ അറിയിക്കുക. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഈ റിക്വസ്റ്റ് രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യുക. രജിസ്ട്രാർ ഷെയർ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തിട്ട് ഷെയർ ഹോൾഡർക്ക് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കാര്യം ഡെപ്പോസിറ്ററിനെ അറിയിക്കുക. രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യണം? എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ളത് പേപ്പർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് ആ നമ്പർ ആ ഷെയർ ഹോൾഡറുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കണം. അതായത് നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് ഫോമിൽ ഇഷ്യൂ ചെയ്തപ്പോൾ ഇത്ര നമ്പർ 100 ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. 100 ഷെയർസ് ഇലക്ട്രോണിക് ഫോമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ആ 100ൽ 50 ഷെയർസ് നമ്മൾ വീണ്ടും പേപ്പർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് കൊണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഈ 50 ഷെയർസ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അതാണ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഡെബിറ്റഡ്. അത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ നമ്മൾ വീണ്ടും പേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത് അത്ര നമ്പർ അതിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റീമെറ്റീരിയലൈസേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡീമെറ്റീരിയലൈസേഷനും പഠിച്ചു, റീമെറ്റീരിയലൈസേഷനും പഠിച്ചു. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ റീമെറ്റീരിയലൈസേഷനിലും ഡീമെറ്റീരിയലൈസേഷനിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ടേംസ് ആയിരുന്നു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നൊക്കെയുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ ഡെപ്പോസിറ്ററി ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഹോൾഡ് സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഇലക്ട്രോണിക് ഫോം അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ത്രൂ എ രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്.
A depository is an organization. അതൊരു ഓർഗനൈസേഷൻ ആണ്. It is a financial organization which hold securities of investors in electronic form. ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് അവരുടെ ഷെയർസ് എല്ലാം ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ത്രൂ എ രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. അത് ഷെയർ ഹോൾഡേഴ്സിനെ നേരിട്ടിട്ട് ഡെപ്പോസിറ്ററിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഇൻ്റർമീഡിയറി ആയിട്ട് ആരുണ്ടാവണം? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഉണ്ടാവണം. അപ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷനിൽ ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്വന്തം റിക്വസ്റ്റ് പ്രകാരം അവരുടെ ഷെയർസ് ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ റിക്വസ്റ്റ് ഒരു ഷെയർ ഹോൾഡർക്ക് നേരിട്ടിട്ട് ഡെപ്പോസിറ്ററിനെ അറിയിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മീഡിയേറ്റർ ആയിട്ട് ആരുണ്ടായിരിക്കണം? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്ററി ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഹോൾഡ് സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ത്രൂ എ രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. A depository participant is an agent of the depository through which it interfaces with the investor. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയ ഡെപ്പോസിറ്ററിയുടെ ഒരു ഏജന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ഈ ഡെപ്പോസിറ്ററി ഇന്റർമീഡിയേറ്റർ ആയ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് വഴിക്കാണ് ഒരു കമ്പനി, ഒരു ഡെപ്പോസിറ്ററിയും അതുപോലെ ഒരു ഷെയർ ഹോൾഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അവിടെ നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പാടില്ല. ഒരു ഷെയർ ഹോൾഡറും ഡെപ്പോസിറ്ററിയും തമ്മിൽ നേരിട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കില്ല. ആര് വഴിക്ക് നടക്കാൻ പാടുള്ളൂ? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, ഇന്റർമീഡിയേറ്റർ ആയിട്ടുള്ള ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് വഴിക്ക് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താനായിട്ട് പാടുള്ളൂ. Similar to broker, a depository participant is a representative who provide link between the company and investors through depository. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മീഡിയേറ്റർ ആണ്, ഒരു ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് പോലെ തന്നെ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്താണ്? എ റെപ്രസെൻറ്റേറ്റീവ് ഹു പ്രൊവൈഡ് ലിങ്ക് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആര് വഴിക്ക്? ത്രൂ ഡെപ്പോസിറ്ററീസ്. അത് നേരിട്ട് വഴിക്കില്ല. ഡെപ്പോസിറ്ററീസ് വഴിക്ക് കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മീഡിയേറ്ററെ വിളിക്കുന്ന, റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സർവീസസ് റിലേറ്റഡ് ടു ദി ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റീസിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസും ആര് ഡീൽ ചെയ്യുന്നുണ്ട്? ഈ ഡെപ്പോസിറ്ററീസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് ഫോർമാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യൽ മാത്രമല്ല, ആ ഷെയർസിൻ്റെ ബയ്യിങ്ങും സെല്ലിങ്ങും ആ കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കോളും? പിന്നെ ഡെപ്പോസിറ്ററീസ് നോക്കിക്കോളും. നമ്മളെ കയ്യിൽ ഉള്ള ഷെയർസ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഷെയർസിന് മുകളിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ആര് നോക്കിക്കോളും? ഈ ഡെപ്പോസിറ്ററി നോക്കിക്കോളും. To avail the service of a depository, an investor is required to open an account with the depository participant. ഇങ്ങനെ ഈ സർവീസ്, ഇങ്ങനത്തെ ഡെപ്പോസിറ്ററി സർവീസസ് ഒക്കെ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഷെയറിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസ് ആൾ നോക്കിക്കോളും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമ്മൾ അവരുടെ ഏജൻ്റായ, ബ്രോക്കറായ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലെ ഡെപ്പോസിറ്ററി മീനിങ് ആണ് പറയുന്നത്. ഒരു ഷെയർ ഹോൾഡറുടെ ഷെയർസ് ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രോക്കർ പോലെ വർക്ക് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് depository participants. Okay. In order to open an account with a DP എന്ന് വെച്ചാൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് DP. In order to open an account with a DP, investor has to fill up an account opening form supported by the copies of proof of identity and proof of address as specified by SEBI. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇവരായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡെപ്പോസിറ്ററി ആയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? The investor has to fill up an account opening form supported by the copy of proof of identity and proof of address as specified by the സെബി നിയമപ്രകാരമുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും കൊടുക്കണം, പ്രൂഫ് ഓഫ് അഡ്രസ്സും കൊടുക്കണം.
The investor has to sign an agreement with the DP in a prescribed standard which details the rights and duties of investor and DP. അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ DP ആയിട്ട് ഒരു അഗ്രിമെന്റിൽ സൈൻ ചെയ്യാണ്. അതിൽ കൃത്യമായിട്ട് ഓരോ ഇൻവെസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ ഓരോ DPയുടെയും റൈറ്റ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഏറ്റവും നമ്മൾ എന്ത് ചെയ്യണം? DP ആയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആളായിട്ടൊരു അഗ്രിമെന്റിൽ നമ്മൾ സൈൻ ചെയ്യണം. DP should provide the investor a copy of the agreement and an account number which is called BOID, that is beneficiary owner identification number. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഒരു അഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഈ DP എന്ത് ചെയ്യും? ആ അഗ്രിമെന്റിന്റെ ഒരു കോപ്പിയും അതുപോലെ BOID എന്ന് പറഞ്ഞൊരു നമ്പറും കൊടുക്കും. അതായത് എന്താണ്? ബെനിഫിഷ്യറി ഓണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. ഓക്കെ. Financial institutions like bank can become DP. ഞാൻ നേരത്തെ പറഞ്ഞു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. At present, two depositories, namely National Security Depository Limited (NSDL) and Central Depository Service Limited (CDSL) are registered with SEBI. ഇപ്പോൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ട് ഇന്ത്യയിൽ കാണാവുന്ന രണ്ട് ഡെപ്പോസിറ്ററീസ് ആണ് NSDLും CDSLും, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡും. അതാണ് നമുക്ക് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ട് കാണാൻ പറ്റാവുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്ററീസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഡെപ്പോസിറ്ററീസിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. നമുക്ക് നമ്മുടെ ഷെയർസ് ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡെപ്പോസിറ്ററീസിൽ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയും പ്രൂഫ് ഓഫ് അഡ്രസ്സും കൊടുത്തിരിക്കണം. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്ററും ആ ഡെപ്പോസിറ്ററിയും തമ്മിൽ DPയും തമ്മിൽ ഒരു അഗ്രിമെന്റിൽ എൻ്റർ ആവുകയാണ്. ആ അഗ്രിമെന്റ് പ്രകാരം ആ അഗ്രിമെന്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ അഗ്രിമെന്റിന്റെ ഒരു കോപ്പി ഇൻവെസ്റ്റർക്ക് കൊടുക്കും. അതുപോലെ ഒരു നമ്പർ BOID ബെനിഫിഷ്യറി ഓണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ ആർക്ക് കൊടുക്കും? ഇൻവെസ്റ്റർക്ക് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ആ ID വെച്ചിട്ടാണ് ആ നമ്പർ വെച്ചിട്ടാണ് പിന്നെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് നടത്താനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡെപ്പോസിറ്ററിയുടെ മീനിങ് ആയിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർ ഡെപ്പോസിറ്ററി സിസ്റ്റം. ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്യൂട്ടി ഡെപ്പോസിറ്ററീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷെയറിലുള്ള ട്രാൻസാക്ഷൻസും അവർ നടത്തിക്കോളും. നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് നമ്മുടെ ഷെയർസ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ആ ഷെയറിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ആര് ഡീൽ ചെയ്തോളും? ഈ ഡെപ്പോസിറ്ററീസ് ഡീൽ ചെയ്യും. അതെങ്ങനെയാണ് നോക്കണമെന്ന് നമുക്ക് പഠിക്കാനായിട്ട് പോണത്. ദീസ് മേ ബി ടു ടൈപ്സ്. നമുക്ക് രണ്ട് രീതിയിൽ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഷെയർസ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്. നമുക്ക് ആദ്യത്തെ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആണ്. ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ഡൺ ബൈ ദി ഡെപ്പോസിറ്ററീസ് ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിൽ നമ്മൾ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് തരുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ഡൺ. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തരുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർടേക്കൺ ചെയ്യാം. The seller of shares must give a delivery instruction slip to the DP where he has opened the demat account. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു ഷെയർസ് വിൽക്കാനാണ് പോകണമെന്ന് വിചാരിക്കുക. ആൾ എന്ത് ചെയ്യണം? ഒരു ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് നമ്മുടെ DPക്ക് നമുക്ക് ഏത് ഡെപ്പോസിറ്ററിയിലാണോ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത് അവിടുത്തെ ഒരു DPക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുക്കണം. It is an authorization to make necessary appropriation on sale by giving a standing instruction in writing. ഇങ്ങനെ ഒരു ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പകരം നിങ്ങൾ അതിൻ്റെ ട്രാൻസാക്ഷൻ അതായത് അതിൻ്റെ സെയിൽസ് നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ നമ്മൾ ഓതറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു റോളുമില്ല, ബാക്കി എല്ലാ കാര്യം ആര് ചെയ്തോളും? DP ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓതറൈസേഷനാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമ്മൾ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിക്കാണ് ഇതിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതിനു വേണ്ടി ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ഹോൾഡർ അവരുടെ DPക്ക് ഒരു ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുക്കുക. അങ്ങനെ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുത്താൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ബാക്കി എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓതറൈസേഷനാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അണ്ടർ T+2 that is trading plus 2 days settlement system
system, the seller's account will be debited on the second day of the sale. അപ്പോൾ ഇങ്ങനെ ഒരു ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ആര് ചെയ്തോളും? DP ചെയ്തോളും. എന്നിട്ട് T+2 സിസ്റ്റം ആണെങ്കിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ സെല്ലേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ഷെയർസ് വിറ്റ് പൊക്കോളും, അതായത് ആ ഷെയർസ് ഡെബിറ്റ് ചെയ്ത് പൊക്കോളും. അതുപോലെ സിമിലർലി ദി അക്കൗണ്ട് ഓഫ് ദി ബയർ ഈസ് ക്രെഡിറ്റഡ് ഓൺ ദി 3rd day ഓഫ് പർച്ചേസ്. 3ാമത്തെ ദിവസം അത് എവിടെ പോയി ക്രെഡിറ്റ് ആവും? ആരാണോ ആ ഷെയർസ് വാങ്ങിയത് ആളുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും ചെയ്യും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ആര് ചെയ്തോളും? DP ചെയ്തോളും. 2 ദിവസത്തിനുള്ളിൽ വിറ്റ ആളുടെ അക്കൗണ്ടിൽ നിന്ന് ആ നമ്പർ ഓഫ് ഷെയർസ് പോവുകയും ചെയ്യും. 3ാമത്തെ ദിവസം ആരാണോ ആ ഷെയർസ് വാങ്ങിയത് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഷെയർസ് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഈസ് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ. ഇവിടെ മാർക്കറ്റിലല്ല, ഓഫ് മാർക്കറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്താൻ പോകുന്നത്. ഷെയർസ് മേ ബി ട്രാൻസ്ഫേർഡ് ത്രൂ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ഫ്രം വൺ ഡിമാറ്റ് അക്കൗണ്ട് ടു അനദർ ഡിമാറ്റ് അക്കൗണ്ട് ഓഫ് ദി സെയിം ഹോൾഡർ ഓർ അനദർ ഹോൾഡർ. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരാളുടെ അക്കൗണ്ടിലേക്ക് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക്, ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരാളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് അയാളുടെ തന്നെ വേറൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വേറൊരാളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കോ നമുക്ക് ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ. സിമ്പിളായിട്ട് ബാങ്ക് അക്കൗണ്ട് ഓർത്താൽ മതി. ബാങ്കിൽ ഫണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വേറൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. For this, the transferor must sign the delivery instruction slip and state the script name, number of shares, demat account number of the transferee and DP identification number of the transferee. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ എന്ത് കൊടുക്കണം? ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് ട്രാൻസ്ഫറർ അല്ലെങ്കിൽ വിൽക്കണ ആൾ കൊടുക്കണം. കാരണം അതാണ് ഒരു പ്രൂഫ്. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രൂഫും ഇല്ലാണ്ട് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആൾ വന്ന് ചോദിക്കുകയാണ് എൻ്റെ ഷെയർസ് എവിടെയും ചോദിച്ചാൽ അപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു തെളിവില്ല. പക്ഷേ ഇതേപോലത്തെ ഒരു സ്ലിപ്പ് അവരിൽ നിന്ന് എഴുതി കിട്ടുകയാണെങ്കിൽ ഈ സ്ലിപ്പ് പ്രകാരം നിങ്ങളുടെ ഷെയർസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ വിറ്റു എന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതി കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? ആരാണ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആൾ എന്ത് ചെയ്യണം? ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കൊടുക്കണം. അതിൽ എന്തൊക്കെ മെൻഷൻ ചെയ്യണം? നെയിം ഓഫ് ദി സ്ക്രിപ്റ്റ്, ഏത് ഷെയർസ് ആണ് മെൻഷൻ ചെയ്യണം, എത്ര നമ്പറാണെന്ന് മെൻഷൻ ചെയ്യണം, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആളുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പറും അതുപോലെ DP ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. എന്നാലാണ് ആ അക്കൗണ്ടിലേക്ക്, ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് അയക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആളുടെ ബാങ്കിൻ്റെ പേര് വേണം, ബ്രാഞ്ച് വേണം, അതുപോലെ അക്കൗണ്ട് നമ്പർ വേണം, IFSC കോഡ് വേണം, അതൊക്കെ വേണം. അതുപോലെ തന്നെ ഇതിലും നമുക്കൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏത് ഷെയർസ് ആണ്, എത്ര നമ്പർ ഓഫ് എമൗണ്ട് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഏത് ഷെയർസ് ആണ്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആളുടെ DP നമ്പറും അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പറും എല്ലാം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ആളുടെ അക്കൗണ്ടിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. On receiving the instruction from the DP, the depository effects the transfer of shares. അപ്പോൾ ഇങ്ങനെ ഈ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് DPയുടെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ ഡെപ്പോസിറ്ററീസ് ഈ നമ്പർ ഓഫ് ഷെയർസ് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റ് ഇല്ലാണ്ടും ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തിട്ടും നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് നടത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നടത്താം. ഒന്നാമത്തത് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആണ്, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിക്കാണ് നടത്തുന്നത്. രണ്ടാമത്തത് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആണ്, അത് നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ടോപ്പിക് കൂടി നമുക്ക് നോക്കാനുള്ളത് ഇതിന് റിലേറ്റഡ് ആയിട്ട് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇറ്റ് മീൻസ് എനി ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ഫോം ഓഫ് എ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് created by a foreign depository outside India and authorized by a company making issue of such depository receipt.
അതായത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഫോറിൻ ഡെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്ന റെസിപ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ എന്താണ് വിതിൻ ഇന്ത്യ ആണ്, ഔട്ട്സൈഡ് ഇന്ത്യ പറഞ്ഞിട്ടില്ല. അതേസമയം ഔട്ട്സൈഡ് ഇന്ത്യയുള്ള ഒരു ഫോറിൻ ഡെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇറ്റ് മീൻസ് എനി ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഫോം ഓഫ് എ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ക്രിയേറ്റഡ് ബൈ എ ഫോറിൻ ഡെപ്പോസിറ്ററി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഫോറിൻ ഡെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. And authorized by a company making issue of such depository receipts. അതിലെ ഒരു കമ്പനി ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് നടത്തുന്ന ഒരു കമ്പനി അത് ഓതറൈസ് ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരു ഫോറിൻ ഡെപ്പോസിറ്ററി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ചിലപ്പോൾ ഷോർട്ടായിട്ട് GDR എന്ന് ചോദിക്കാറുണ്ട്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.